ഹൈ കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലല്ല കേട്ടോ, ഒരു വിളവെടുപ്പ് എനിക്ക് നിങ്ങളെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേര് പറയും എന്നോട് വിളവെടുപ്പ് കാണാൻ നല്ല ഇഷ്ടമാണ് എന്നുള്ളത്. അത് മാത്രമല്ല, വിളവെടുപ്പ് ഒരു പ്രചോദനം കൂടെയാണ്. അത് കണ്ടിട്ട് എനിക്കും ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരുമല്ലോ. ഒരാൾക്ക് തോന്നി കിട്ടിയാൽ മതിയല്ലോ, അതിന് ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ വിളവെടുപ്പെല്ലാം നിങ്ങളെ മുമ്പിൽ കാണിച്ചുകൊണ്ട് വിളവെടുക്കുന്നത്. പിന്നെ വിളവെടുപ്പൊക്കെ നിരത്തി കാണിക്കുന്നതെല്ലാം ഉദ്ദേശം നിങ്ങൾക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്നാ വരി, നമുക്ക് വിളവെടുക്കാലോ. അങ്ങനെ വിളവെടുപ്പ് ഫസ്റ്റ് തന്നെ വിളവെടുക്കുന്നത് വെണ്ടയാ. വെണ്ട കായ്ച്ച് നമ്മൾ ഇന്ന് നാളെ പറിക്കാതെ അങ്ങനൊക്കെ വിചാരിച്ച് സംശയിച്ച് നിന്നാണല്ലോ വെണ്ട മൂത്തുക. ഇത്ര പെട്ടെന്നാ വെണ്ട മൂത്തുക എന്നറിയോ? എന്നോട് ഇതിന് മുമ്പ് തന്നെ കമന്റ് ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചിരുന്നു വെണ്ട കൃഷി ഇല്ലേ എന്നൊക്കെ ഉള്ളത്. എനിക്ക് വെണ്ട കൃഷി ഉണ്ട്. ഞാൻ കൃഷിയായിട്ട് ഇങ്ങനെ വരിയായിട്ടൊന്നും നട്ടിട്ടില്ല. കപ്പന്റെ ഇടയിൽ കൂടെ വരുന്ന അതാണ് എൻ്റെ. ധാരാളം ഉഷാറുണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള വെണ്ടയാ ഇത്. കപ്പന്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ നട്ടു കൊടുത്തിരുന്നു. വിളവെടുപ്പ് കാണുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എൻ്റെ വിളവെടുപ്പുള്ള വീഡിയോ ആണെങ്കിൽ കാണുന്ന ഓരോരുത്തരുണ്ട് പറയും എനിക്ക് എന്തൊരു ഇഷ്ടമാണ് വിളവെടുപ്പ് കാണുന്നതെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ എനിക്കും വിളവെടുപ്പ് നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വെണ്ട ഇന്നലെ പറിക്കേണ്ടിയിരുന്നു, അതുകൊണ്ട് 2-3 മൂത്ത് പോയി നോക്കിയിട്ട് കാര്യമല്ല. വെണ്ട ഉപ്പേരി വെക്ക, സാമ്പാറിലിട പാകത്തിനാണെങ്കിൽ കുറച്ച് വെണ്ട മതി നമുക്ക്. അടിപൊളി വെണ്ടയാ. ഒന്നൊന്നും അല്ല കേട്ടോ, 4-5 മരം ഉണ്ട് എനിക്ക്. ഇതിന്റെ മുമ്പ് ഞാൻ വിളവെടുത്തിരുന്നു. ഇടക്കിടക്ക് പോയി നോക്കണം. ഈ ചെടിമേലും ഉണ്ട്. നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ വേണ്ട നല്ല ഉഷാറുണ്ടാവും. അതിൻ്റെ ഇടക്കൊക്കെ ഞാൻ ചാക്കില് കപ്പയും നട്ടിട്ടുണ്ട്. വെണ്ടന്റെ വിളവെടുപ്പ് ഇന്ന് അത്രേ എടുത്തുള്ളൂ. ഇനി ഞാൻ ബീൻസ് ഞാൻ നട്ടത് എവിടെയെന്നറിയോ? സിമെന്റ് ചാക്ക് എടുത്ത് നിറയെ കരിയിലിട്ട് കുത്തി നിറച്ച് ഒരു 90% കരിയിലേട്ടോ, അത് കുറഞ്ഞ ശതമാനം മണ്ണുള്ളൂ. അങ്ങനെ ബീൻസ് മുളപ്പിച്ച് ഞാൻ അതിൽ വെച്ചത്. ഞാൻ പ്ലാവിൻ്റെ ഇലയിൽ ബീൻസ് മുളപ്പിച്ചിട്ട് പിന്നെയാണ് ഞാൻ അതിലേക്ക് വെച്ചത് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. ബീൻസ് എനിക്ക് 1.5 വിളവെടുക്കാനുണ്ടാവും. ഈ ബീൻസും വെണ്ട പറഞ്ഞ പോലെ തന്നെയാ, വേഗം വിളവെടുത്തു വേണോ, നോക്കി നിൽക്കുക. മൂത്ത് പോയാലുണ്ടല്ലോ തോരൻ വെക്കാൻ ടേസ്റ്റ് കുറവാ. നമ്മൾ വെണ്ട തോരൻ വെക്കാൻ നമുക്ക് ബീൻസ് കുറച്ചധികം വേണമല്ലോ. അപ്പൊ നമ്മൾ കുറെ അധികം വിത്ത് അങ്ങ് പാകി മുളപ്പിച്ചിട്ട് ഉണ്ടാക്കുക. നമുക്ക് ഇഷ്ടംപോലെ വിളവെടുക്കാം. ഒരു 4-5 മൂടാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടൂല. ബീൻസ് നമുക്ക് കുറച്ചധികം അങ്ങ് നട്ടു നോക്കിയാൽ നല്ല അടിപൊളിയാ. അത് കുറ്റി ബീൻസും ഉണ്ട്, വള്ളി ബീൻസും ഉണ്ട്. ഇത് കുറ്റി ബീൻസാട്ടോ. ഈ ബീൻസ് ചെടി എൻ്റെ പൂക്കളൊക്കെ അങ്ങ് തട്ടി മാറ്റി. ഇതെവിടെയെന്നറിയോ? പൂച്ചെടിന്റെ സ്ഥാനം കയ്യേറിയതാ ബീൻസ്. നല്ല വെയിലവിടെ, നല്ല വെയിൽ വേണം ബീൻസിനും വെണ്ടക്കും തക്കാളിക്കും ഒക്കെ വേണം. നല്ല വെയിലും ഉണ്ടാവുക, നനയ്ക്കും ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് ബീൻസ് ഉണ്ടാവും. കാരണം ബീൻസ് ഉണ്ടായത് ഇതൊക്കെ ചെറിയ അത്ര പ്രായമാവാത്തതാ. ഇത് പ്രായമായിട്ടൊന്നും ഇല്ല, അപ്പൊ അടുത്ത് നടുന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടതാ. പിന്നെ രാവിലെ ഒന്ന് നനച്ചു കൊടുക്കുക, ദിവസേന നനക്കണം. ഇപ്പം മഴയല്ല ഇവിടെ, ഇപ്പം വെയില. നല്ല ബീൻസാ. ഞാൻ കുറച്ച് ഇനി വിത്തിന് വെക്കുന്നുണ്ട്, ഫുള്ളങ്ങ് പറിച്ചെടുക്കുന്നില്ല ഞാൻ വിചാരിച്ച്. ഓരോ ചെടിമേലും 2-3 ഒക്കെ വിത്തിന് വെച്ചാൽ നമുക്കിത് തീരുമ്പത്തിനേക്ക് വേറെ അങ്ങനെ നമുക്ക് എപ്പോഴും വിളവെടുക്കാലോ. അതുപോലെ തന്നെ തക്കാളിയും. കുറ്റി ബീൻസിലാണ് പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്നുണ്ട്. വള്ളി ബീൻസ് എനിക്കുണ്ട്, ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പല്ല.
വള്ളി ബീൻസ് ആകുമ്പോ നമുക്ക് കോട്ടിൽ കുത്തി കൊടുക്കണോ ഒക്കെ പ്രയാസ. ഇതിനൊന്നും വേണ്ടതാ. വള്ളി ബീൻസ് അല്ല കുറ്റി ഇതാ എന്റെ ബീൻസ്. ഈ രീതിയിൽ നട്ടിട്ട് ബീൻസ് നല്ലോണം ഉണ്ടായിന് കേട്ടോ. അതില് മണ്ണെന്നെ ഇട്ടിയില്ല, അതില് ഫുൾ കരിയിലയാ. ഈ ചാക്കില് കരിയിലിട്ടിട്ട് നിറച്ച് ഹോൾസ് ഉണ്ടാക്കി നട്ടതായിരുന്നു. എന്താ ഇതിലിപ്പോ കൊറേ പ്രാവശ്യം വിളവെടുത്തു. വിളവെടുക്കുന്നത് കാണുമ്പോ ഒരു പ്രചോദനം എനിക്കും ഉണ്ടാക്കണം എന്നൊക്കെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. കണ്ടോണ്ടായത് ഞാൻ ഫുള്ള് പറിച്ചിട്ട് കാണിച്ചു തരാം. തക്കാളി വിളവെടുക്കുക. തക്കാളിന്റെ വലിപ്പം നോക്കി, തക്കാളി നല്ല ഉണ്ടായിട്ടുണ്ട്. ആ ചുവപ്പ് കളർ നല്ല ചുവപ്പ് വന്നിട്ട് മതിയല്ലോ വിളവെടുക്കല്. ഇതൊക്കെ നല്ല ചുവപ്പ് വന്ന്. ഇനി ഇവിടെ ഉണ്ട് തക്കാളി ഇങ്ങനെ വിളവെടുക്കുന്ന എന്തോ രസാ. നാളെ നോക്കുമ്പോ അതിന് ചുവപ്പൊന്നുമില്ല, ഞാൻ എനിക്ക് സങ്കടമാവും. എനിക്കിങ്ങനെ ചുവപ്പില് കാണണം, നിറഞ്ഞ് കാണണം. അടിപൊളിയാ. എന്താ സൂപ്പർ. നമ്മളെ നട്ടുണ്ടാക്കി വിളവെടുക്കുന്ന ഒരു പ്രത്യേക സുഖാട്ടോ. അത് അനുഭവിച്ചാലേ ആ സുഖം മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ നട്ട് നനച്ചുണ്ടാക്കി മൂപ്പെത്തി അത് പഴുത്ത് അത് വിളവെടുക്കുമ്പോ അത് ഭയങ്കര മൊത്തം പഴുത്താണ്. പക്ഷെ ഒന്നും കൂടി ചോന്നോട്ടെ. പിന്നെ ഇതിൽ ഞാൻ എന്താ ഇട്ടെന്നറിയോ, വെറും കരിയില മാത്രം. കരിയിലിട്ട് നിറച്ച് കുറച്ച് മണ്ണും നടുന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിലുണ്ട്. ഇത് നട്ടതൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ കുത്തു കൊടുക്കണം, താങ്ങ് കൊടുക്കണം. താങ്ങ് കൊടുക്കാൻ നേരം വഴുകി പോയത് കൊണ്ട് ഒടിഞ്ഞും പോയിട്ടോ. അതും ഞാൻ പറയതാ, ഇതൊക്കെ ഒടിഞ്ഞു പോയി. എന്ത് കെട്ടി കൊടുക്കണം. അതായത് കയറൊക്കെ വെച്ച് കെട്ടി ഞങ്ങള്. അതെല്ലാം കയറ് വെച്ച് കെട്ടിയതാ. അന്ന് കിട്ടിയ കണ്ടോ. നാളേക്ക് വീണ്ടും പറിക്കാണ്ട്, കാരണം അതൊക്കെ ചോന്ന് എടുക്കുന്നുണ്ട് ബാക്കിലുണ്ട്. ഇത് ചീര വിളവെടുക്കാൻ. ചീരൻ്റെ മേൽഭാഗം കട്ട് ചെയ്തപ്പം കണ്ടോ ശാഖ ഉണ്ടായി. നല്ല വലുപ്പത്തിൽ കുറേ ശാഖ ഉണ്ടായി. ശാഖ വിളവെടുക്കട്ടെ. പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചാൽ വീണ്ടും അതിന് ചുറ്റും വേറെ ഉണ്ടാവും. ഇത് നിത്യവഴുതനൻ്റെ വള്ളിയാട്ടോ. ഇതാ കാഴ്ച കണ്ടോ. നിത്യവഴുതന ഉണ്ടായത് കുറേ പേര് കണ്ടില്ല എന്ന് പറഞ്ഞേക്കാം. ഇതാണ് കായ്. ഇവിടൊക്കെ ഉണ്ട്. മത്തൻ കണ്ടോ. മത്തന് പഴുത്ത്. ഇത് നട്ട വള്ളി പോന്നിൻ്റെ കാപ്പിൻ്റെ മേലൂടിയായി. വള്ളിയോട് കൂടെ ഉണങ്ങി നല്ല പഴുത്ത മത്തൻ, സൂപ്പർ മത്തൻ. ഇതുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കണോ, വരകണോ, എരിശ്ശേരി പുളിശ്ശേരി എല്ലാം ഉണ്ടാക്കാം. അടിപൊളി. ഇത് കണ്ടോ ഏലുണ്ടായത് കണ്ടോ. ഏലത്തിൻ്റെ അടിപൊളി ഏലം. ഇത് വേറൊരിതാ. ഈ മഞ്ഞ കളർ തൊട്ടങ്ങ് പോരുന്നുണ്ട് കേട്ടോ. പറഞ്ഞത് ശരിയാ, ഇങ്ങനെ പറിക്കേണ്ടതെന്നുള്ളത്. തൊടുമ്പത്തിനങ്ങ് പോരുന്നുണ്ട്. ഇത് പഴുത്തുണങ്ങിയതാ. എന്തോ വേണം സ്മെല്ല്. ഇത് ഞാൻ മണ്ണ് കൂട്ടി കൊടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ടുണ്ടായ കുറേ തൈകൾ ഉണ്ടായത്. അതൊക്കെ നോക്ക് ഉണ്ടായത് കണ്ടോ. കണ്ടില്ലേ, സൂപ്പറാ. എനിക്കില്ലേ വിളവെടുക്കുന്നേക്കാൾ ഇഷ്ടം കാണുന്ന, ഇങ്ങനെ നിറഞ്ഞ് കാണുന്ന. എനിക്ക് വിളവെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മറ്റ് നോക്കുന്നത് ഒരു സങ്കടം പോലെയാണ്. നിങ്ങൾക്കിട്ടത് നല്ലോണം കൃഷി ചെയ്യൂ. ഇങ്ങോട്ട് നിറഞ്ഞ് കാണണം. അവിടെ ഇതിനുള്ളിൽ
നമുക്ക് എന്തെല്ലാം ആവശ്യത്തിന് ഏലം വേണം. ഏലം ഞാനിപ്പോൾ ഏലം എന്തിനെടുക്കുന്ന അറിയാം, കാപ്പി കുടിക്കാൻ. കാപ്പി, ചായ, അതിലൊക്കെ ഞാൻ ഏലത്തിൻ്റെ പൊടി ഇടും. ഇത് ഈ തോലോടല്ലേ ഉണക്കിയിട്ട് പൊടിച്ച് ഒരളവിലിട്ട് വെച്ചാൽ ഞാൻ കുറേ മാസങ്ങളോളം അത് നിൽക്കും. ഞാൻ പിന്നെ പൊടിച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കലാട്ടോ. ഞാൻ പുറത്ത് നിൽക്കുന്ന എനിക്ക് എന്തോ ഒരു പേടിയാണ്, പൂപ്പലാട്ടം വന്നാൽ അത്രയും കഷ്ടപ്പെടുന്നതല്ലേ. ഞാൻ പിന്നെ ഒരു വിധമൊക്കെ പൊടികൾ ഫ്രിഡ്ജിലാണ് വെക്കുക. എൻ്റെ ഫ്രിഡ്ജിലുള്ളത് പച്ചക്കറിയൊന്നുമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പൊടികൾ. ഇതവിടെ ഒരു കൊല ചാനിച്ചില്ല. എന്താ ഇവിടെ ഉണ്ടോ? ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഈ കൊലയാ കൊത്താൻ പോകുന്നത്. ഈ വാഴല്ലേ ഒന്നിങ്ങ് ചെരിഞ്ഞീണ്. വള്ളി നമ്മളെ രക്ഷപ്പെടുത്തി കേട്ടോ. വള്ളി കാരണം അത് താഴെ നിലം മുട്ടിയില്ല. അതുകൊണ്ട് എന്തായി, അത് നന്നായിട്ട് മൂപ്പെത്തുന്ന വരെ അവിടെ നിന്ന് കിട്ടും. നമുക്ക് കൊല വെട്ടുമ്പോൾ നമുക്ക് പണി കിട്ടും. ഇത് ഇട്ടില്ലെങ്കിൽ ഇത് നിർബന്ധം. ഇത് പാത്രം കഴുകുമ്പോൾ ഒക്കെ മേലേക്ക് വെള്ളം തെറിക്കാണ്ടക്കാനാണിത്. പച്ചക്കറി മുറിച്ചിടുമ്പോൾ ഞാൻ കൊല കൊത്തുമ്പോൾ ഇത് ഇട്ടില്ലെങ്കിൽ ഡ്രസ്സിലേക്ക് കറാവും. വാഴക്കറ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഡ്രസ്സിന് വേറൊരു കളറിങ് വരിക. അലക്കി ഉണക്കി വെക്കേണ്ടി അത് പിന്നെ അത് കളർ കണ്ട പൊടിച്ചു. അപ്പോൾ ഞാൻ ഇതങ്ങ് കെട്ടിയല്ല, ആ കേസില്ല. എല്ലാം മുൻകരുതല. ഇനി ഞാൻ വെട്ടട്ടെ. ഇത് വെട്ടാൻ ഒരു റിസ്ക്കും ഇല്ല, ഒന്നിനും റിസ്ക്കും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് രക്ഷപ്പെടുത്തിയത് എൻ്റെ വള്ളിയാണ്. ഒന്നിനും പറ്റാത്ത വള്ളി വെട്ടാണ്ട് പോയത് കൊണ്ട് ഈ കൊലനെ നോക്കിയാൽ എന്തോ ചെറിയ കൊല തന്നിട്ടറിയാലോ, വെയിറ്റ് ഉണ്ട്. എന്താ അടിപൊളി ഒരു കൊല, സൂപ്പർ കൊല. കറയാ തെച്ചോ അതിൻ്റെ ചോട്ട്. ഒരു കൊല കൊത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചക്ക് വേറെ ഒരു കടയിലേക്ക് പോവുക തന്നെ ഉണ്ട്. തോരൻ വെക്കാനൊന്നും പച്ചക്കറിക്ക് എൻ്റെ കാമ്പിൻ്റെ ഗുണത്തെ പറ്റി പറയേണ്ട ഒരാവശ്യമില്ല. ചെറിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ എന്തിനാ നമ്മൾ നേരത്തെ കൊണ്ടുവെക്കുന്നു. നല്ല സൂപ്പർ. ഇത് ശരിക്കും വരാണെങ്കിൽ 2 തോരനൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടത്. ഇത് പുറം ഞാൻ കളയുന്നില്ല, കാരണം നാളെ ഉണ്ടാക്കുമ്പോൾ കളഞ്ഞാൽ മതിയല്ലോ. അപ്പം അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോടെ സുരക്ഷിതമായിട്ട് ഇത് കഴിച്ചാണ്ടല്ലോ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നറിയുന്നു. ഞാൻ പറഞ്ഞില്ല, വയറ് സംബന്ധം ഈ മലബന്ധം ഫസ്റ്റ് ക്ലാസ്സാണ്. ഇതാ ഡോക്ടർ പറയലല്ലേ. ഇന്നത്തെ വിളവെടുപ്പിലെ ഫസ്റ്റിലെ പൂവൻ കൊല, വെണ്ട, ബീൻസ്, തക്കാളി, ഏലം, പഴുത്ത മത്തൻ, പച്ചച്ചീര, കാമ്പ്. ഇതെല്ലാം ഇന്നത്തെ വിളവെടുപ്പാണ്. ഞാൻ വിളവെടുത്ത് നിങ്ങൾ കണ്ടല്ലോ, ഓരോന്ന് കണ്ടല്ലോ. കാബേജിനെ വിളവെടുത്തില്ല കേട്ടോ, ചീരച്ചേമ്പ് വിളവെടുത്തില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ വിളവെടുക്കാത്തതുണ്ട്. അപ്പം ഇത് ഇങ്ങോട്ട് എടുത്തതാ. എന്തെല്ലാം ഉണ്ടെന്നറിയോ? അതാ വെണ്ട, ബീൻസ്, തക്കാളി, മത്തൻ, ഏലം, കാമ്പ്, കൊല, ചീര. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളവെടുക്കുന്നതും കൊണ്ടുപോയി ഇങ്ങനെ നിരത്തിയിട്ട് നിങ്ങളെ കാണിക്കുന്നതും എല്ലാം. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഒന്ന് ആഗ്രഹം വന്നോട്ടെ, എല്ലാവരും കൃഷിയിൽ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമ്മൾ വീട്ടമ്മ വിചാരിച്ചാൽ ഇതെല്ലാം വിളവെടുക്കുക. ഇതൊക്കെ വിഷരഹിത പച്ചക്കറികൾ, ഇത് പച്ച തിന്ന. നമ്മളിപ്പോൾ സാധാരണ ലോറി കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ള മരുന്ന് അടിച്ച പച്ചക്കറിയല്ലേ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ പച്ച തിന്ന, നല്ല സുഖം. ഇതിൻ്റെ വളങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒക്കെ അടിച്ചു വാരി കൂട്ടിയ കരിയിലൊക്കെ ഇട്ടുണ്ടാക്കിയതാ ഇത്. അപ്പോൾ വീട്ടമ്മ വിചാരിച്ചാൽ ആ കുടുംബം തന്നെ നന്നാവും. അപ്പോൾ ഞങ്ങൾ ഓരോ ലേഡീസും അങ്ങ് കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട്
കേരളത്തിലെ മൊത്തം ലേഡീസ് കൃഷിക്കാരികളാവട്ടെ. ആണുങ്ങൾ പോയിട്ട് അധ്വാനിച്ചു കൊണ്ടൊന്ന് അരി വാങ്ങിക്കൊണ്ടുവന്നോട്ടെ. ഞമ്മക്ക് ഇങ്ങനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ സന്തോഷിപ്പിക്കുക. അങ്ങനെ കുടുംബം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.